ആലപ്പുഴ വളഞ്ഞവഴിയിലാണ് ടാങ്കർ തീരത്ത് അടിഞ്ഞത്. പുറം കടലിൽ തീപിടിച്ച സിംഗപ്പൂർ കപ്പൽ വാൻഹായിലേതെന്നാണ് സംശയം. സ്ഥലത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയാണ്. അശ്വിൻ പാലാഴിയാണ് വളഞ്ഞവഴിയിൽ നിന്ന് തത്സമയം ചേരുന്നത്. അശ്വിൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. അല്പസമയം മുമ്പ് നമ്മൾ കണ്ടു ചെറിയ കുട്ടികളടക്കം ഇത് കാണാൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? ഏത് തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും പരിശോധനകളും ഒക്കെ നടക്കുന്നത്? ക്രിസ്റ്റിന, ഹാഷ്മി, നമ്മൾ ആദ്യം നൽകിയത് ഒരു സേഫ്റ്റി ബോട്ട് കരക്കടിഞ്ഞ വാർത്തയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ സേഫ്റ്റി ബോട്ട് ആയതുകൊണ്ട് തന്നെ വലിയ ആശങ്കയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ മാറി വളഞ്ഞ വഴിയിലാണ് ഒരു ടാങ്കർ തീരദേശത്തോടെ കടലിന് കരയ്ക്ക് അടിഞ്ഞിരിക്കുന്നത്. അത് വാതകം നിറച്ച ഒരു ടാങ്കറാണ് എന്നുള്ളതാണ് പ്രാഥമികമായി ഉള്ള ഒരു സംശയം. പക്ഷേ അതിനുള്ളിൽ ഇന്ധനമുണ്ടോ, വാതകമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല. അപകട സാഹചര്യം, ജാഗ്രതാ നിർദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെ അത് പരിശോധിക്കാനുള്ള വിദഗ്ധർ ഇവിടേക്ക് എത്തിയിട്ടുമില്ല. നിലവിൽ പോലീസാണ് ഈ സ്ഥലം നിയന്ത്രിക്കുന്നത്. ആളുകളെ നിശ്ചിത, ഈ വീടുകളൊക്കെ ഒരുപാടുള്ള പ്രദേശമാണ്, ഇവിടെ നിന്ന് നിശ്ചിത ദൂരപരിധിയിലേക്ക് ആളുകളെ മാറ്റിയിട്ടുണ്ട്. സമീപത്തുള്ള വീടുകളിൽ നിന്ന് ആളുകളോട് തൽക്കാലം ഒന്ന് മാറി നിൽക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ എന്താണ് ഇതിനുള്ളിലുള്ളത് എന്ന് അറിയാത്തത് ഒരു ആശങ്കയാണ്. അതിന്റെ പിൻവശത്തായി ഒരു മീറ്റർ ഉണ്ട്. ആ മീറ്ററിൽ നിലവിൽ 0 ആണ് അളവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ, ഇല്ലാത്തത് കൊണ്ടാണോ 0 രേഖപ്പെടുത്തിയത്, അതോ ഈ കഴിഞ്ഞ 7 ദിവസം കടലിൽ നിന്ന് ഒഴുകിയെത്തിയതാണ്, അങ്ങനെ മീറ്റർ തകരാറിലായതാണോ എന്നടക്കമുള്ള സംശയങ്ങളുമുണ്ട്. നിലവിലിപ്പോൾ പോലീസ് ഈ ഭാഗം അത് റിബണൊക്കെ വെച്ച് ആളുകളെ ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നത് പൂർണ്ണമായും തടഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ 2 ദിവസം മുന്നേ തന്നെ ഇങ്ങനെ ഒരു ജാഗ്രതാ നിർദ്ദേശം കോസ്റ്റ് ഗാർഡ് അടക്കം നൽകിയിരുന്നു. അപകടകരമായ സാഹചര്യങ്ങളിൽ കണ്ടെയ്നറുകളും ഒപ്പം ടാങ്കറുകളും തീരത്തേക്ക് അടിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആളുകൾ ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. എന്തായാലും നിലവിലിപ്പോൾ ഈ ടാങ്കർ ഈ കടൽ ഭിത്തിയോട് ചേർന്ന് അടിഞ്ഞ് അവിടെ തങ്ങി നിൽക്കുകയാണ്. പക്ഷേ ശക്തമായ കാറ്റും തിരമാലകളുമുണ്ട്. ഈ തിരമാലകൾ അടിക്കുമ്പോൾ ഈ ടാങ്കർ വീണ്ടും അവിടെ നിന്ന് സ്ഥാനചലനം ഉണ്ടാകുന്നുണ്ട്. കടലിലേക്ക് വീണ്ടും ഒഴുകി പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ഇപ്പോൾ അത് വടമോ ഒന്നും വെച്ച് ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. എന്താണ് ഇതിനുള്ളിൽ ഉള്ളത് എന്നുള്ള ഒരു ആശങ്ക ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ഒരു വലിയ ടാങ്കറാണല്ലേ. ചുറ്റും എന്താണോ ഉരുണ്ടു പോകാതിരിക്കുക കമ്പി പോലെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു വലിയ തിരയടിച്ചാൽ തിരിച്ച് വീണ്ടും ഇറങ്ങിപ്പോകാനും ഒക്കെ ഉണ്ട്. ഇത് വാതകമാണ് എന്ന സംശയം എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംശയമാണ്? എന്താണ് ഇതിനുള്ളിൽ എന്ന എന്തെങ്കിലും സൂചനയുണ്ടോ അശ്വിൻ? കാശ്മീർ തീർച്ചയായും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു ടാങ്കറാണ്. പക്ഷേ അത് ലോറിയിലൊക്കെ ഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ അതിന്റെ മുൻവശത്തും പിൻവശത്തുമായി ഇങ്ങനെ ബാറുകൾ, ഇരുമ്പ് ദണ്ടുകൾ ഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത് ഈ ശക്തമായ തിരമാലകളിലും അത് തിരികെ കടലിലേക്ക് പോകാതെ അവിടെ ഉറച്ചു നിൽക്കുന്നത്. കടൽ ഭിത്തിയാണ്, കല്ലുകളുണ്ട്, അതിൽ തങ്ങി നിൽക്കുകയാണ്. സ്വാഭാവികമായും ഇത് വാതകം കൊണ്ടുപോകുന്ന ടാങ്കർ തന്നെയാണ്. പക്ഷേ അതിനുള്ളിൽ വാതകമുണ്ടോ എന്നുള്ളതാണ് നിലവിലെ സംശയം. അത് പരിശോധിക്കണമെങ്കിൽ അതിന്റെ വിദഗ്ധർ ഇവിടേക്ക് എത്തേണ്ടതുണ്ട്. ഇതിനോടകം തന്നെ കോസ്റ്റ് ഗാർഡിനെയും അതുമായി ബന്ധപ്പെട്ട ആളുകളെയും എല്ലാം പോലീസ് വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഇത് കരക്കഴിഞ്ഞിട്ട് 4 മണിക്കൂറിന് മുകളിലാകുന്നു. കൊച്ചിയിൽ നിന്നാണ് വിദഗ്ധർ എത്തേണ്ടത്. കോസ്റ്റ് ഗാർഡ് അടക്കം കൊച്ചിയിൽ നിന്നാണ് എത്തേണ്ടത്. എന്തായാലും അവരെത്തി ഇത് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മാത്രമേ അപകടരഹിതമായൊരു സാഹചര്യമാണോ നിലവിലുള്ളത് എന്നുള്ളത് സ്ഥിരീകരിക്കാനാവുകയുള്ളൂ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ കടല് അതിശക്തമാണ്, രൂക്ഷമായ തിരമാലകൾ തന്നെയാണ് വരുന്നത്. ഒപ്പം ആളുകൾ, ഈ സമീപ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കാരണം അവരും ആശങ്കയിലാണ്, എന്താണ് ഈ കണ്ടെയ്നറിനുള്ളിൽ ഉള്ളത് എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വീടുകളിൽ നിന്ന് അവർ സ്വമേധയാ അല്പം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട്. അത് കൂടാതെയാണ് ഇത് കാണാനെത്തുന്ന ആളുകളെയൊക്കെ പോലീസ് ഈ റിബണൊക്കെ കെട്ടി അവിടെ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ആശങ്ക തന്നെയാണ് തീരത്തുള്ളത്. അത് എന്താണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നത് വരെ ആശങ്ക തുടരും. നിലവിൽ പോലീസ് കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾക്ക് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ആ വിദഗ്ധ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമാണ് ഒരു ആശങ്ക ഒഴിയുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. ഹാഷ്മി, എന്തായാലും ടാങ്കർ വാൻഹായിലേതാണോ, ഈ ടാങ്കറിനുള്ളിൽ എന്താണ്, ഇക്കാര്യങ്ങളൊക്കെ അറിയാൻ കുറച്ച് സമയം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ആൾക്കാർക്ക് ആശങ്കയുണ്ട്, അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നുമുണ്ട്. സൂക്ഷിക്കണം. കാര്യം അത് കണ്ടെയ്നർ വാൻഹായിലാണെന്ന് സ്ഥിരീകരിക്കപ്പെടുന്നില്ല. ഇനി വാൻഹായിലെ ആണെങ്കിൽ വാൻഹായിലുള്ള കണ്ടെയ്നർ ഉള്ളത് ചെറിയ സാധനങ്ങളൊന്നുമല്ല, അത് കുറച്ച് തീവ്രമായ സാധനങ്ങളാണ്. അപ്പോൾ പറയുന്ന മുന്നറിയിപ്പ് പോലെ അതിനടുത്തേക്കൊന്നും പോകാതിരിക്കുക. മാത്രമല്ല പോലീസ് അവിടെ ഉണ്ട്, ആൾക്കാരെയൊക്കെ ഒഴിപ്പിക്കുന്നുമുണ്ട്. എത്രയും പെട്ടെന്ന് സേഫായി ആ സാധനം അവിടുന്ന് എടുത്തുകൊണ്ട് പോട്ടെ.